നമ്മുടെ ഇന്ത്യയിൽ ആദ്യമെത്തിയ മനുഷ്യർ ആരാണ്? എവിടെ നിന്ന് വന്നു? എവിടെ? മനുഷ്യൻ ആദ്യമായി ഭൂമിയിൽ ഉത്ഭവിച്ചത് ആഫ്രിക്കയിലാണെന്ന് ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ കുടിയേറി പാർത്തത്. ഇന്ത്യയിലേക്ക് ആദ്യമായി മനുഷ്യരെത്തിയത് ഏകദേശം 90,000 വർഷം മുൻപ് ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു. ഹിമയുഗത്തിന്റെ രണ്ടാം പാദത്തിലെ 4 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയ്ക്കുള്ള വർഷങ്ങളിലാണ് മനുഷ്യന്റെ പാദസ്പർശം ഈ ഭൂമിയിൽ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. പിന്നീട് പല കാലഘട്ടങ്ങളിലായി വിവിധ ജനവിഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നീഗ്രോയിഡുകൾ. ആഫ്രിക്കയിൽ നിന്നെത്തിയ ഈ വിഭാഗമാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആദ്യ ജനതയെന്ന് കരുതപ്പെടുന്നു. ഓസ്ട്രലോയിഡുകൾ. ഓസ്ട്രേലിയൻ തദ്ദേശീയരോട് സാമ്യമുള്ള ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് മധ്യ ഇന്ത്യയിലെ ഗിരിവർഗ്ഗക്കാർ. ദ്രാവിഡർ. ഏഷ്യ മൈനറിൽ നിന്ന്, അതായത് ഇന്നത്തെ തുർക്കി, ഗ്രീസ്, ഈജിപ്ത് ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കടന്നുവന്നവരാണ് ദ്രാവിഡർ എന്ന് ഒരു വാദമുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 3500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെത്തിയത്. ആര്യന്മാർ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്തുകൂടി പ്രവേശിച്ചവരാണ് ആര്യന്മാർ. ഇന്ത്യയിലേക്ക് ആദ്യമായി മനുഷ്യരെത്തിയത് എവിടെയാണെന്നും ആരാണെന്നും കൃത്യമായി കണ്ടെത്താൻ പുരാവസ്തു ഗവേഷകരും ശാസ്ത്രജ്ഞരും ഇപ്പോഴും ഗവേഷണങ്ങൾ തുടരുന്നുണ്ട്. എങ്കിലും ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ആദ്യം ഇവിടെ നർമ്മദാ താഴ്വര, മധ്യപ്രദേശ്. ഇന്ത്യയിൽ മനുഷ്യവാസത്തിന്റെ ആദ്യകാല തെളിവുകൾ കണ്ടെത്തിയ പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് മധ്യപ്രദേശിലെ നർമ്മദാ താഴ്വര. 1982-ൽ ഇവിടെ നിന്ന് ഹോമോ ഇറക്ടസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു തലയൊട്ടിയുടെ ഭാഗം കണ്ടെത്തിയിരുന്നു. ഇത് ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള മനുഷ്യന്റെ അവശിഷ്ടമായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം 5 ലക്ഷം മുതൽ 2 ലക്ഷം വർഷം മുൻപുള്ളതാണിത്. ധബ. മധ്യ ഇന്ത്യയിലെ സോൺ നദീതടത്തിലെ ധബ എന്ന സ്ഥലത്ത് നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങളിൽ ഏകദേശം 80,000 വർഷം മുൻപ് മനുഷ്യർ അവിടെ താമസിച്ചിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളുമായി സാമ്യമുള്ള കല്ലുപകരണങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത്. ഇത് ആഫ്രിക്കയിൽ നിന്ന് കിഴക്കോട്ടുള്ള ഹോമോസാപ്പിയൻസിന്റെ വ്യാപനത്തെ സൂചിപ്പിക്കുന്നു. അത്തിരംപാക്കം. തമിഴ്നാട്ടിലെ കോർത്തലയാർ നദീതടത്തിലുള്ള അത്തിരംപാക്കം എന്ന പുരാതന സ്ഥലത്ത് നിന്ന് 1.5 ദശലക്ഷം വർഷം പഴക്കമുള്ള കല്ലുപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യയിൽ മനുഷ്യവാസം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഭീംബെട്ക പാറഗുഹകൾ. മധ്യപ്രദേശിലെ ഭീംബെട്കയിലെ പാറഗുഹകളിൽ ഏകദേശം 9,000 വർഷം മുൻപുള്ള മനുഷ്യവാസത്തിന്റെ സ്ഥിരീകരിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആരാണ് ആദ്യമെത്തിയത്? ഹോമോ ഇറക്ടസ്. ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്ന ആദ്യകാല മനുഷ്യർ ഹോമോ ഇറക്ടസ് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് കരുതപ്പെടുന്നു. നർമ്മദാ താഴ്വരയിൽ നിന്ന് കണ്ടെത്തിയ തലയോട്ടിയുടെ ഭാഗം ഇതിന് തെളിവാണ്. ആധുനിക മനുഷ്യർ, ഹോമോസാപ്പിയൻസ്. ഏകദേശം 65,000 വർഷം മുൻപ് ആഫ്രിക്കയിൽ നിന്നുള്ള ആധുനിക മനുഷ്യരുടെ, അതായത് ഹോമോസാപ്പിയൻസിന്റെ പല തരംഗങ്ങളായി ഇന്ത്യയിലേക്ക് കുടിയേറ്റം നടന്നിട്ടുണ്ട്. തീരദേശ കുടിയേറ്റം, അതായത് കോസ്റ്റൽ മൈഗ്രേഷൻ വഴിയും തെക്കൻ ഏഷ്യയിലൂടെയുള്ള വ്യാപനം വഴിയുമാണ് ഇത് നടന്നതെന്ന് കരുതപ്പെടുന്നു. ഈ ആധുനിക മനുഷ്യർ ആഫ്രിക്കൻ വേട്ടക്കാർ ശേഖരണക്കാരായിരുന്നു. ചുരുക്കത്തിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത് ആഫ്രിക്കയിൽ നിന്ന് ഹോമോ ഇറക്ടസ് ആയിരുന്നുവെന്നും പിന്നീട് ആധുനിക മനുഷ്യരായ ഹോമോസാപ്പിയൻസും ഇന്ത്യയിലേക്ക് കുടിയേറിയെന്നും പറയാം. ഈ കുടിയേറ്റങ്ങൾ വിവിധ കാലഘട്ടങ്ങളിലായി നടന്നതിനാൽ ഇന്ത്യയുടെ ജനസംഖ്യാപരമായ വൈവിധ്യം വളരെ വലുതാണ്.